അലക്സിന് എന്റെ ഫീലിങ്സ് മനസ്സിലാവില്ല. നാട് നിങ്ങളെ പന്ത് തട്ടുന്ന പോലെയാണ് അവന്മാർ എന്നെ ഓടിച്ചത്. അത് നിന്റെ ഓളത്തരം കൊണ്ടല്ല. ഹലോ, പിന്നെ നീ എന്തിനാണ് ഈ പറയുന്നത്? നിന്നെ ഒരുമിച്ച് പിടിച്ച് ഒപ്പം സർവീസിൽ കയറിയവരല്ല നമ്മൾ. എന്നെ പോലെ അർഹിക്കുന്ന പ്രൊമോഷൻ നിനക്ക് കിട്ടിയോ? വേണ്ട, ജോലി പോയാലും ഞാൻ വിടില്ല. നീ നോക്കിക്കോ, എന്റെ പേര് നീ ആക്ഷൻ എടുത്താ DIG അല്ല അവിടെ തന്തേ വരെ ഞാൻ കോടതിക്ക്. അതിനാരും നടപടി എടുത്തില്ലല്ലോ. പിന്നെ നീ എന്ത് പുല്ല പറഞ്ഞു പറഞ്ഞ ട്രാൻസ്ഫർ ചെയ്തെന്ന്? മുഴുവൻ കേൾക്കാൻ ഇയാൾക്ക് ക്ഷമയില്ലല്ലോ. അപ്പോഴേക്ക് എക്സൈറ്റഡ് ആയില്ലേ? തമ്മിൽ തല്ലിയ നിങ്ങളെ രണ്ടുപേരെയും സ്ഥലം മാറ്റി. പിന്നെ ഇവിടെ തന്നെ റൂറലിലും സിറ്റിയിലേക്ക്. അത് പണിഷ്മെന്റ് അല്ലല്ലോ. പിന്നെ ഇവിടെ ആവുമ്പം നിനക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും. എന്നെ സലാം ചെയ്ത് ജോലി ചെയ്യേണ്ടി. ഓ, നിന്നേക്കാൾ പരമനാറികളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അറിഞ്ഞൂടി ഒന്ന് മതി. വീട്ടിൽ വൈഫും കുട്ടിയും കാത്തു. എനിക്ക് പോകണം. കുട്ടിയെ വിട്, വൈഫ് എന്ന് പറ. കൂടുതൽ കുടിച്ചാൽ അവളെ നിന്നെ തല്ലും. അതെ, നീ ഒരു ഹെൻബക്ട് ഹസ്ബൻഡ് ആണല്ലോടാ. ആണ്. ഒരു പെണ്ണിന് വഴങ്ങി ജീവിക്കാൻ നിനക്ക് നാണമില്ലടാ. നാറി ഇല്ല. അതൊരു സുഖമാണ്. അനുഭവിച്ചറിയണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കും. ഞാൻ പറയാറില്ലേ, നിന്റെ ഈ മുടിഞ്ഞ കുടിയും എടുത്തയാട്ടവും വഴക്കും മാറ്റാൻ. നിർത്തടാ. ഞാൻ പെൺകോന്തനാണെന്ന് നീ പറഞ്ഞില്ലേ? ആശിച്ച പെണ്ണിനെ കിട്ടാത്തുള്ള വൈരാഗ്യമില്ല നിനക്ക്. അല്ല, എനിക്കറിയാൻ പാലും കല്യാണമെന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചാടുന്നത് ഇന്നും നിന്റെ മനസ്സിൽ അവളുള്ളതുകൊണ്ടാ. എടാ, നീ എന്റെ മൂട് കളയും. പോകാം. നീ വയ്ക്കോ, എനിക്കിതിനോട് പോയി. ആ ബില്ല് വേണ്ട, ഞാൻ കൊടുത്തോളാം. പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും. ഇവിടെ ഒരു കോളേജ് ലെക്ചറാണ്. കണ്ടിരുന്നു? വേണ്ട. ആ, ഗുഡ് നൈറ്റ്. എന്തായി പറയുന്നേ? MA പാസ്സായിട്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കണം? വെറുതെ അല്ല, ഹൗസ് വൈഫായി. എന്റെ വീട് നോക്കണം, ജോലി കഴിഞ്ഞ് വരുന്ന എന്നെ സ്വീകരിക്കണം, എന്റെ മക്കളെ പ്രസവിക്കണം, വളർത്തണം. മതി മതി, ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ. ഇനി ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. കെട്ടിയുള്ള ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെ സ്വഭാവം എനിക്കറിയാം. നിന്നെ കയറി പിടിച്ചെന്നോ കമന്റ് അടിച്ചെന്നോ എന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ കൊല നടക്കും. പിന്നെ കയറി പിടിക്കുന്നു. ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു. പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല. വേറെയും പൂവാലന്മാര് കാണും. ലെക്ചർ, പ്രിൻസിപ്പല്, പ്രൊഫസർ, ഇവന്മാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ടാ എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല. യു ആർ ജലസ്. മോർ പൊസസീവ്. നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം. എഗ്രി? ബാലു കയറുന്നില്ലേ? ഇല്ല. അടുത്തത് ഒഫീഷ്യൽ വിസിറ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ മാരേജ് യൂണിഫോമിൽ. കൗണ്ടർ ക്ലോസ് ചെയ്യണം. അതില് രാഘവനാരെ, ഒരു സംശയം കൂടി. ഇന്ന് എത്രാമത്തെയാ? വെറുതെ അല്ല ആളുകൾ തന്നെ സംശയം വാസു എന്ന് വിളിക്കുന്നത്. ഇത് സംശയമല്ല, കരടി ഇങ്ങോട്ട് വിട്ടുവെന്ന് കേട്ടപ്പോ ഒരു നീ പേടിക്കണ്ട വാസു. കരടിയാണേലും ബൽറാം സാർ ആള് ഡീസന്റാ. ഉമ്മർ സാറിന് അറിയുവാണേ. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് CI ആയി വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന DIGയോ ഞങ്ങളുടെ SP. അവിടെ നല്ലേ ഈ കേസും കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പോ ഒരു സംശയം കൂടി. അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ? പശ പുള്ളിയായിട്ടൊരു കാശും വാങ്ങിക്കില്ല. പിന്നെ നമ്മൾ പാത്തും പതുങ്ങിയും വാങ്ങിച്ചെടുക്കുന്നത് കൈയിട്ട് വാരാനും വരില്ല. പുതിയ കോട്ടേഷൻ നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. പെമ്പിള്ളേര് പോകുന്നു. ഇവിടെ ട്യൂട്ടോറിയലോ പാരൽ കോളേജോ? എന്തായാലും ഇനി ഇത് കൂട്ടേണ്ടി വരും. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിള്ളേര് ഈ വഴി വരില്ല. പേടിച്ച്
ഞാൻ സാറിനൊന്ന് കാണാച്ചിട്ടാ. എന്താ? പറയാം. ഉം. കാലത്ത് മുതലേ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആളൊഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു. ഇയാൾക്ക് എന്താ വേണ്ടത്? ഇവിടുന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട്. അതുപോലെ സാറിന് വല്ല സഹായവും വേണ്ട. ശമ്പളം ഒന്നും മോഹിച്ചല്ല. വട്ടച്ചെലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് കഷ്ടാണ്. ഇറങ്ങി പോണവാൻ. എന്താ ഇവിടെ? ആ തള്ളയുടെ ബാഗ് മുറിയിരിക്കുന്നു. ഇപ്പൊ മടവാള എടുത്തോണ്ടാ പുറത്തേക്ക് ഓടിയത്. പിടിക്കാൻ നിന്നപ്പോ എന്നെ വെട്ടി. കഴുത്തറ്റ് പോയാൻ എന്റെ. അങ്ങനെയുള്ളവരെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം മിസ്റ്റർ. ആർത്ത് വിളിച്ച് അയലത്ത് കയറി ഞെട്ടിക്കരുത്. എന്താ ഇയാൾക്ക് വേണ്ടത്? ഇനി ആളെ പിടിക്കാനാണോ വന്നത്? മുമ്പ് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? പാലക്കാട് വെച്ച് ആ മകനെ കാണാതെ ഉള്ളൊരുകി പേയിളകി പിടയുന്ന അവന്റെ അമ്മയെ കൂടി കൊണ്ടുപോകൂ. മോളെ, എന്താ ഇത്? ഇതാണച്ചാ നമ്മുടെ ഉണ്ണെ കൊണ്ടുപോയ ദുഷ്ടൻ. മാറാത്ത രോഗിയായി നരകിച്ചു കഴിയുന്ന എന്റെ അമ്മ കൂടി ഈ കാലന്റെ കൈ കൊണ്ട് ചാവട്ടെ. കൊണ്ടുപോയിക്കോളൂ. ഭ്രാന്താശുപത്രിയിലേക്കല്ല, എന്റെ അനിയനെ ചേർത്തേക്ക്. മോളെ, മതി, നിർത്താൻ. അമ്മയുടെ പ്രാന്തി ഇപ്പോ മോൾക്കും പകർന്നു എന്നാ തോന്നണേ. നിങ്ങൾക്ക് ആ വീടുമായിട്ട് എന്താ ബന്ധം? നേരി ഒരു ചാർച്ചയുണ്ട്, അത്രേ ഉള്ളൂ. വിഷ്ണു എന്നാ എനിക്കിട്ടിരിക്കുന്ന പേര്. എന്നിട്ടും പഷ്ണിയാ ഫലം. അതുകൊണ്ട് ഇവിടെ കൂടുന്നു. ഇവര് പാലക്കാടായിരുന്നില്ലേ? അത് കുറച്ചു കാലം. ആ നമ്പൂരി അവിടെ മാഷായിരുന്നു. തിരുമേനി റിട്ടയറായി. അപ്പൊ അവരിങ്ങോട്ട് പോന്നു. ആ ചെക്കനെ കൊന്നതാണത്രേ പോലീസ്. അങ്ങനെയാവും. ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞുവിടാൻ വയ്യാത്തെ? തനിക്ക് ഇവിടുത്തെ ലിക്കർ ഷോപ്പ് അറിയോ? അറിയാലോ, പറഞ്ഞോളൂ. എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം. ഒരു പണിയില്ലാണ്ട് എങ്ങനെയിരിക്കുക? ഇവിടെ ഭക്ഷണിയില്ലേലും കഷ്ടാസ്ഥിതി. വരൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ജീവനോടെ ചുട്ടുകൊന്ന നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ആരായിരുന്നു നിന്റെ കൂടെ? വെള്ളം
ഇന്നേ വെള്ളം ചോദിച്ചു. തിരുവന വയ്ക്കോളൂ. വേണ്ട, ഞാൻ ഒഴിച്ചു തരണ. വേണ്ട. എന്താ പാല് കുടിക്കില്ലേ? ഇല്ല സർ. നേരെ വിളിക്കുന്നതിന് മുമ്പ് ആ പയ്യനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. സാർ, ആ ചെറുക്കന്റെ എന്താ? കാറ്റ് പോയിന്ന് തോന്നുന്നു. എങ്ങനെ ചത്തതായാലും പോലീസുകാർ തല്ലിക്കൊന്നതിന് നാട്ടുകാർ ധരിക്കും. ആ ശവം പുറത്ത് കാണിക്കരുത്. സാർ, ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തു വന്നതിന് തെളിവുകളുണ്ട്. ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോ അവന്റെ കൂടെ ഒരു കൂട്ടുകാരനും പെറ്റി കേസിൽ പ്രതിയായ മറ്റൊരു ക്രിമിനലും അകത്തുണ്ടായിരുന്നു. സോ വാട്ട്? നിങ്ങൾ ആ ചെറുക്കനെ തല്ലിക്കൊല്ലുന്നത് അവർ കണ്ടിട്ടുണ്ടോ? സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോ ആർഗ്യുമെന്റ്സ്. ഞാൻ പറഞ്ഞവർ ചെയ്യും. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഡു ഇറ്റ്. ചുണയില്ലെങ്കിൽ ആ ശവം എന്റെ കണ്ടിരിക്കിട്ടേക്കൂ. ഹലോ, അവിടെ എന്താ കുഴപ്പം? ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. നേരം വെളുക്കട്ടു, വഴി ഉണ്ടാക്കാം. അലക്, എടാ അലക്. കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. കേസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഉടനെ ജാമ്യത്തിൽ നിൽക്കും. ഓക്കെ? നമ്മുടെ ഉള്ളിയെ കൊന്നു ഇവനാ. ബാലു, ഈ സിറ്റിയിൽ വെച്ച് പട്ടിയെപ്പോലെ നിന്നെ തല്ലിക്കൊല്ലുന്ന ആളാ ഞങ്ങൾക്ക് വയ്യ. ഒരിക്കൽ നീ ഈ കാക്കി ഉടുപ്പിട്ട് നടന്നവനല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ നാണക്കെടുത്ത് അർപ്പിക്കൂ. എവിടേക്കെങ്കിലും വയ്ക്കോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഉഷയെ ഒന്ന് കാണണം. വേണ്ട, മുംബൈ പോലീസുകാരെ എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ സാക്ഷ്യത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കണ്ട. മേലാൽ അവളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്നു പോരും. ആ ബന്ധം നടക്കില്ല. നടക്കും സാർ.
നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇല്ല, അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. താൻ എന്തിനാ ഭാവം? എനിക്ക് ഉഷയോട് സംസാരിക്കണം. അവളെ കണ്ടിട്ടേ ഞാൻ പോകൂ. അവളുടെ അച്ഛനെ ധിക്കരിച്ച് തന്നെ സ്വീകരിക്കുന്നു കരുതണ്ട. അങ്ങനെ ഒരു മകൾ എനിക്കില്ല. ഉഷ ഇത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ? ജാമ്യത്തിനല്ലേ ഇയാൾ ഇറങ്ങി വന്നത്? കേസ് കിടപ്പല്ലേ? അങ്ങനെ ഒരു കൊലയാളിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കില്ല. ഉഷേ, ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറണ്ട. മാറണ്ട. ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കള റാസ്കൽ, നിനക്ക് വട്ടാണതാ. ആ കൊള്ളാം. അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ പാതിരയ്ക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ? ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ? ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോട് നിന്നെ വഴക്ക് പറയല്ലേ? എന്നെ ആരും പറയില്ല. ആരും.